പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ ഗുണഭോക്താക്കളായിട്ടുള്ളവരുടെ ഗ്രാമസഭ ചേർന്നു. തങ്കമണി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന ഗുണഭോക്തൃ ഗ്രാമസഭ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഭവനരഹിതരായ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ഭവന നിർമ്മാണ പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയുടെ ഗുണഭോക്തൃ ഗ്രാമസഭയാണ് ചേർന്നത്. PMAY പദ്ധതി ലിസ്റ്റിൽ ഉൾപ്പെട്ട അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനും പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനുമാണ് ഗ്രാമസഭ സംഘടിപ്പിച്ചത്. തങ്കമണി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന ഗുണഭോക്തൃ ഗ്രാമസഭ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ആ നിയമത്തിന് വിധേയമായി മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാവൂ എന്ന കാര്യം വിനയപൂർവ്വം അറിയുന്നു. അതില്ലെങ്കിൽ ആർക്കും പിന്നെ നിങ്ങളെ സഹായിക്കാൻ കഴിയും. ഇത് ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും അറിയാം. ഒരാൾ വിചാരിച്ചാലും നിങ്ങൾക്ക് പണം ഉണ്ടാക്കി തരാൻ കഴിയും. ഒന്ന് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ 4 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടി ഈ ഓഫീസിൽ നേരെ നടക്കുന്നു, ഗ്രാമസഭയിൽ പോകുന്നു, അപേക്ഷ കൊടുക്കുന്നു. ഈ കാര്യം ചെയ്യുന്നതെല്ലാം നമ്മുടെ പണമില്ലാത്തതാണ്. നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാൽ എന്നാൽ പിന്നെ കാശ് കടം വാങ്ങിച്ച് മുൻകൂട്ടി ചെയ്താൽ നമുക്ക് അത്ര സുരക്ഷിതമായല്ലോ എന്ന് കരുതി. അർഹതാ ലിസ്റ്റിലുള്ളവർക്ക് ഭവന നിർമ്മാണത്തിന് ആവശ്യമായ പണം പദ്ധതി വിഹിതമായി കിട്ടുന്നില്ലാത്തതുകൊണ്ട് വരുമാനം കുറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുക്കുന്നതിന് സർക്കാരിൽ നിന്നും അനുമതിക്കായി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു നെടുഞ്ചേരിയിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി മാവേലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KK സുബി, മോളി ടോമി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വത്സമ ശശികുമാർ, സാലി ബാബു, റെജി മുക്കാട്ട്, മഹേഷ് മാത്യു, രതീഷ് കുമാർ, ഷേർലി ജോസഫ്, ഓമന ശിവൻകുട്ടി, ജോയിന്റ് BDO ജയരാജ് M നായർ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ ഇടുക്കി.